നമുക്കൊന്ന് സ്പെഷ്യൽ ഒരു അടി ഉണ്ടാക്കി വയ്ക്കുമല്ലോ സിമ്പിളായിട്ട്. ആദ്യം വാഴയില കുറച്ചെടുക്കുക. വാഴ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി ഇട്ട് ചൂടുവെള്ളം എടുക്കുക, ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം അത് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതേപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി വയ്ക്കുക. അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂട് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇടുക. അതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് നന്നായി വഴണ്ടി വരുമ്പോഴത്ത് സവോള ഇടുക. സവോള ബ്രൗൺ കളറാവണല്ലോ വെക്കുക. സവോള ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങ് ഇടുക. വേവിച്ച ഉരുളൻകിഴങ്ങ് നന്നായിട്ട് ഉടച്ച് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മസാലപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. അത് എന്നിട്ട് ചീഞ്ഞിട്ട് ഇറക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വാഴലെടുക്കുക. ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. കുറച്ച് വെള്ളമൊക്കെ തൊട്ട് നന്നായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി ഉരുളൻകിഴങ്ങിൻ്റെ കൂട്ട് ഇതിലേക്ക് വയ്ക്കുക. എന്നിട്ട് വാഴയില വെച്ച് അടച്ച് കൊടുക്കുക. അടച്ച് കൊടുത്തതിന് ശേഷം എല്ലാതും ഇതേപോലെ ഇങ്ങനെ ആക്കിയെടുക്കുക. ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം ഒരു ഫ്രൈ പാൻ വയ്ക്കുക. ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായിട്ട് ആ പരത്തി വെച്ച അട ഇതിലേക്ക് വയ്ക്കുക. എന്നിട്ട് മറച്ചും തിരിച്ചിട്ടും നന്നായിട്ട് ചുട്ടെടുക്കുക. ഇതിങ്ങനെ ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ രണ്ട് ഭാഗം നന്നായി ചുട്ട് വന്നാൽ ഇതേപോലെ സൈഡൊക്കെ ചുട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാതും ഇതേപോലെ ചുട്ടെടുക്കുക. എന്നിട്ട് 4 മണിയാവും ചായക്കൊപ്പം കഴിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.